ചെറുതോണി ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ഇനിയും തുടങ്ങിയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഹസന ഉദ്ഘാടനമാണ് നടത്തിയതെന്നും ആരോപണം. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന മാമാങ്കങ്ങൾ പലവരും നടത്തിയിട്ടും ചെറുതോണി ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഇന്നും നോക്കുകുത്തിയായി അവശേഷിക്കുകയാണ്. 2018-ലെ പ്രളയത്തിലാണ് താൽക്കാലികമായെങ്കിലും ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് ഒലിച്ചുപോയത്. ഇതേ തുടർന്നാണ് പോലീസ് സ്റ്റേഷന് സമീപം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങളേറെയായി. ഇതേ തുടർന്ന് ഈ വർഷം ഫെബ്രുവരി 22-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസം 6 കഴിഞ്ഞിട്ടും ഒരൊറ്റ വാഹനം പോലും ഇവിടേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇന്നും ചെറുതോണിയിലെ പരിമിതമായ സൗകര്യത്തിലാണ് ബസ്സിൽ യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും. ഇവിടെ വെയിലും മഴയുമേറ്റാണ് വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതും. ബസ് സ്റ്റാൻഡും പൊതു ശൗചാലയവും ഇല്ലാത്ത ടൗൺ എന്ന പേര് ചെറുതോണി അങ്ങാടിക്ക് പണ്ടേ സ്വന്തമായിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിപ്പിക്കാത്തതിന് ന്യായീകരണമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തട്ടിക്കൂട്ടിയുള്ള ഉദ്ഘാടനം നടക്കുകയുണ്ടായി. 22/2/2024 അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ മാമാങ്കം നടത്തിയത്. പക്ഷേ അവിടെ ബസ് എത്തിച്ചേരുകയോ ബസ് കയറി കിടക്കുകയോ ഇല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ നിൽക്കുവാനോ വിശ്രമിക്കുവാനോ ഉള്ള ഒരു സൗകര്യവും ഒരുക്കാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യവുമല്ല ചെയ്തിരിക്കുന്നത്. ചില തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വേണ്ടി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്ന ഇതുപോലുള്ള നെറികേടാണ് ഇടുക്കി ആസ്ഥാന മേഖലയിൽ നടക്കുന്നത്. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന റോഡിന്റെ ചെറിയൊരു ഭാഗം ടാറിങ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ചാരിവെച്ച ഉദ്ഘാടനം നടത്തിയ ഫലകമാകട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ മറിഞ്ഞും കിടപ്പുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അക്ഷരാർത്ഥത്തിൽ പ്രഹസന ഉദ്ഘാടനം നടത്തി നാട്ടുകാരെ പറ്റിക്കുകയായിരുന്നു എന്നത് വ്യക്തം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.